ഹലോ, ഏഞ്ചലാണേ. ഭയങ്കര മഴ. അപ്പൻ ഓണത്തേക്ക് നിർത്തിയിരുന്ന ഒരു വാഴക്കൊല്ലേ അത് നേണ്ട ഒടിഞ്ഞു കിടക്കുന്നു. ഒരു പാളാങ്കോടനും പിന്നെ ഒരു തേങ്കാളി. എന്തോ പറയാന്. അപ്പ പറഞ്ഞത് പിന്നെ വാഴയൊക്കെ പോവാന്നെ പിന്നെ നമുക്ക് കോഴിയെ വളർത്താന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കോഴിയെ വളർത്തി. അമ്മ പറഞ്ഞത് വേണ്ട, അതിന് വല്ലതും കൊടുത്താൽ തിന്നുവേണ്ടി, നിന്നെ പോലല്ല, വേണ്ട വേണ്ടെന്ന് അത് പറയത്തില്ല. അതൊക്കെ തിന്നുന്നേ കണ്ട്. ഇങ്ങനെ വല്ലതും തിന്നാലേ വണ്ണവും നീളവും വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അമ്മേ, അങ്ങനെയല്ലേ പറയാൻ പറ്റും. വന്നു കഴിഞ്ഞ് ഫോൺ എടുത്ത് പറയും, എപ്പോഴും ഫോണിലാന്ന്. അതുകൊണ്ട് ത്രേസിയുടെ കൊച്ചിനെ കണ്ടുപിടിക്ക്, നീ വല്ലതും തിന്നുന്നുണ്ടോ, നീ വല്ലതും പണി എടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് മത്തേല പിച്ച് നിന്ന് പഠിപ്പിക്കുക. ഇത് പറയുമ്പോൾ അതുപോലെ കേട്ടോളൂ. അമ്മ എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. പറ്റത്തില്ല എടി, താത്ത് മുറുക്കിടി എന്നാ പറഞ്ഞേ. എനിക്കതുകൊണ്ട് അറിയാം. ഞാൻ നോക്കിയപ്പോൾ ഞെക്കി പുളുക്കുന്ന പോലെ. പിന്നെ 2-3 ഇങ്ങനെ പിച്ചിയപ്പോഴാണ് ഇതിങ്ങനെയാ ഇങ്ങനെ പിച്ചി എടുക്കുന്നുള്ള മനസ്സിലായി. നമുക്കിത് വല്ലതും അറിയാം. നമുക്ക് വല്ല മീനോ ഇറച്ചിയോ മുട്ടയോ അല്ലാതെങ്കിൽ അത് കഴിക്കുന്നില്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം പന്നലായി പോയതും കണ്ടു. പോട്ട് അല്ല, ഇപ്പോൾ എന്തോ പറയാന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡോസൊക്കെ തരും. നീ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണം. നമ്മുടെ ത്രേസിയെ കണ്ടോ, അവരവിടെ ഇവരിവിടെ. പിന്നെ ഇടയ്ക്ക് കുടുംബശ്രീകാരെയൊക്കെ പറയും. ഇടയ്ക്ക് കേട്ടാലും കേട്ടില്ലേലും എന്ന് പറയണം. അല്ലേ പറയും, ഞാൻ പറയുന്നത് നീ കേൾക്കത്തില്ലല്ലോടി, നിൻ്റെ കൂട്ടുകാർ പറയുന്നതൊക്കെ നീ കേൾക്കൂല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അങ്ങ് പറയും. എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്ന വെച്ചാൽ വന്നതല്ലേ ഉള്ളൂ. ഇച്ചിരി ചായ ചോദിച്ചാൽ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാൽ പെട്ടെന്ന് ചായ കിട്ടരുത്. അല്ലേ പറയും, ഞാൻ മാത്രം എല്ലാ കാര്യം ചെയ്യും, നീ ആണെങ്കിൽ ഒരു വക ചെയ്യത്തില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ഇത്രയും ചെയ്തപ്പോൾ ഇത്രയും ചെയ്തെന്നും ആയല്ലോ. അങ്ങനെയൊക്കെ ഓരോ ഉടായ്പ് കാണിച്ചാൽ ഒരു ചായ കിട്ടുന്നത്. അങ്ങനെ ഇനി ഇത് കൊണ്ട് കാണിച്ച് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു. പിന്നെ ചായ പറഞ്ഞ് പിന്നെ കാപ്പി ഇട്ട് തന്നു. പിന്നെ അത് കുടിച്ചു. കുഴപ്പമില്ല, മധുരം ഇച്ചിരി അടിയില്ല. എന്നാലും കുഴപ്പമില്ല. ഹോസ്റ്റലിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വീട്ടിൽ നല്ലത്. പിന്നെ ഒടിഞ്ഞു വീണ വാഴക്കൊലയായത് കേട്ടോ. പിന്നെ അത് വാടിപ്പഴുത്തു. എന്നാൽ പിന്നെ അതിൽ ഒരെണ്ണം എടുത്ത് കഴിക്കുക. ഇന്ന് ഉഴുന്നോടെ പരിപ്പോടെ ഒന്നും വാങ്ങിച്ചില്ല, പിന്നെ ഇതെങ്കിലും കഴിക്കാൻ. അമ്മ പറഞ്ഞു കഴിച്ചു നോക്ക്, എന്താണ്ട് നല്ലതാണ്, അതിനകത്ത് എല്ലാ പ്രോട്ടീൻസും വൈറ്റമിൻസും ഉണ്ട്. പിന്നെ ഏത്തപ്പഴം പോലെ നല്ലൊരു പഴമെന്ന് അമ്മ പറഞ്ഞുകൊണ്ട് പിന്നെ ഞാനും അതൊരെണ്ണം കഴിച്ചു. അങ്ങനെയാണ് ഇന്നത്തെ 4 മണി കാഴ്ചകൾ.